അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൂസും കേക്ക് കട്ട് ചെയ്തൊക്കെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ്. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ നമുക്ക് ഗാഡ്ജറ്റുകൾ നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ അതിലൊരു ഗാഡ്ജറ്റായിട്ടുള്ള റോഡ് വയർലെസ് ഗോ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ വയർലെസ് ഇത് റോഡ് വാങ്ങിച്ചിരിക്കുകയാണ്, മൈക്രോലെസ്. അപ്പം നമുക്കിത് കോസ്റ്റ് വന്നത് നമുക്ക് 69 KD ആണ് ഇവിടുത്തെ കേട്ടോ. ഓഫർ പ്രൈസാണ്. അപ്പോൾ ട്രൈക്കാർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഷോപ്പുണ്ട് ഇവിടെ. അപ്പോൾ പലയിടത്തും ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്കിനും ഓഫർ 69 KD ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പം ഈ ലവ്ലിയർ മൈക്ക് പൊതുവെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സൗണ്ട് ക്ലാരിറ്റി ഇച്ചിരി കുറവാണ്. നമുക്ക് സൗണ്ട് ഇതിങ്ങനെ അടുത്ത് പിടിച്ചാൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ റോഡ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം, നമുക്ക് അൺബോക്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ അപ്പോസ് ചെയ്ത് പിടിച്ചോ. പിടിച്ചോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്തായിരുന്നു കേട്ടോ. ഇത് കണക്ട് ആവുന്നുണ്ടോ ഇല്ല, അല്ലെ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതൊന്നുമില്ല, കവർ ഇതിലിങ്ങനെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് രണ്ട് ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട് കേട്ടോ. സി ടൈപ്പാണ്. സി ടൈപ്പ് 2 ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ DSLR-ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്കിത് പറ്റത്തില്ല. ഇത് രണ്ടും 3.5 mm അങ്ങനെ എന്തോ സംതിങ് ആണ്. അപ്പം ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല. ഞാനിത് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കി, അപ്പോൾ നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ അഡാപ്റ്റർ നമുക്കുണ്ട്. ഈ അഡാപ്റ്ററായിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. ഈ അഡാപ്റ്ററിലോട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്ത് നോക്കിയപ്പം വർക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കേബിൾ വാങ്ങിക്കേണ്ടി വരും. അതിന് തന്നെ എനിക്ക് തോന്നുന്നു 9 KD സംതിങ് ആണ് ഇവിടുത്തെ പ്രൈസ്. അപ്പം എനിവേ നമുക്ക് നോക്കാം, നല്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻസ് വില റേറ്റ് കുറച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് രണ്ട് പഞ്ഞിയല്ലടാ, വിൻഷീൽഡ്. അപ്പോൾ 2 വിൻഷീൽഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഐറ്റം തന്നെ ഇതാണ്. അപ്പം നമ്മുടെ ഐറ്റം ഈ കവറിൻ്റെ അകത്താണ്. നല്ല പൗച്ചാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പൗച്ച്. അതുപോലെ തന്നെ കേബിളാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൊബൈലിനും യൂസ് ചെയ്യാം. USB to C ടൈപ്പാണ്. അപ്പോൾ ഈ 2 ഉണ്ടാവും കേട്ടോ. നമുക്ക് 2 റിസീവറിനും മറ്റേ ഇതിനും കൂടെ എന്താ പറയുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവർ കേട്ടോ. ഇത് ഓൺ ചെയ്യുവാണ്. അപ്പോൾ എന്താണോ വയർലെസ് ഗോ എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ അതിൻ്റെ റേഞ്ച് മറ്റേ ഇതുമായിട്ട് ട്രാൻസ്മിറ്ററുമായിട്ട് റേഞ്ച് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഓൺ ചെയ്തോ അപ്പോൾ അപ്പൂസ് ഓൺ ചെയ്യുക. ലോങ് പ്രസ് ചെയ്യണേ. ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ കളർ വരും. നല്ലതായിട്ട് പ്രസ് ചെയ്യും. വിട്ടോ. അപ്പോൾ ഇതിങ്ങനെ 2 ഇത് വരും. 2 ഇത് കണ്ടോ, ഈ 2 ലൈറ്റ് വരും. അത് പെയർ ചെയ്യുന്നതിൻ്റെ മറ്റേ ബാറ്ററിയുടെ ഇതുമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി പെയറായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി കണ്ടോ ഡെസിബലിൻ്റെ ഇത് നമുക്ക് ഇത് കാണാം. നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇത് റിസീവ് ചെയ്യുന്നുണ്ട് ട്രാൻസ്മിറ്ററിൽ നിന്ന്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. പക്ഷേ നമുക്ക് കേബിളിൻ്റെ കുഴപ്പമാണ്. കേബിൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള കേബിൾ നമുക്കില്ല. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോബ്ലം. അപ്പം ഇതിൻ്റെ അകത്ത് ചാർജ് ഫുള്ളാണ് കേട്ടോ. ചാർജ് ഫുള്ളാണ്. രണ്ടിനും ചാർജ് ഉണ്ട് കേട്ടോ. രണ്ടിനും അത്യാവശ്യം ചാർജ് ഉണ്ട്. ഇനി ഒന്നുകൂടെ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ സാധനം. ഇവിടെയാണ് റിസീവറിൻ്റെ ആൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ DSLR ക്യാമറയിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ അതുപോലെ ഗോപ്രോയ്ക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
പിന്നെ ഇത് നമ്മുടെ ചാർജിങ് പോർട്ട്, ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുന്നത്, ഇതിൽ പെയർ ചെയ്യുന്നതിൻ്റെ ഇത് നമ്മുടെ ഡെസിബിൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഡെസിബിൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ അത് വേറെ മെയിനായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനൊരു ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വലിയ സെറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്ക് അതിൽ ടച്ചൊന്നുമല്ല, വേറെ സെറ്റിങ്സ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് നമ്മുടെ ഇതാണ്, ഇവിടെയാണ് നമ്മുടെ മൈക്രോഫോൺ, ഇതിലെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ക്യാച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ലാവലിയർ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോർട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ചാർജിങ് പോർട്ട്. പിന്നെ ഇത് ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടൺ. അപ്പോൾ നമ്മളിത് ഇതാണ് ഇതിൻ്റെ ക്ലിപ്പ്, നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് സംസാരിക്കാം. എനിവേ ഇത് വർക്കിംഗ് ആണ്, പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ കേബിൾ മാത്രം മാറിയാൽ മതി. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ അകത്ത് ഇത് സെയിം തന്നെ ആയിരിക്കും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കണക്ട് ആവുന്നില്ലായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാം. കണക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് അപ്പുറത്ത് പോയിട്ട് അപ്പൂസിനെ വിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് ഹലോ ചെക്കൊക്കെ വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഈ രണ്ട് കേബിളും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഐഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് ഞാൻ എൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്കും ഒരു ഗ്രേ കളറും വരുന്ന ഒരു കണക്ടറാണ് നമുക്ക് വേണ്ടത്. ഇത് ഈ ബ്ലാക്ക് 2 വര ഉണ്ട്. ഈ 2 വരയുള്ള ബ്ലാക്ക് ഉള്ളതും പിന്നെ നമുക്ക് അടുത്തതിൽ 3 വരയുള്ളതായിരുന്നു. അത് രണ്ടും അങ്ങനത്തെ ഉള്ള കേബിളാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ നെയിമൊന്നും എനിക്ക് അറിയത്തില്ല, അത് എന്തോ പറയുന്നതുള്ളത്. എനിവേ അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാൻ, നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേബിൾ വാങ്ങിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം എനിവേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ റോഡിൻ്റെ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഓരോ ഗാഡ്ജറ്റുകൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 37 സംതിങ് ആയിട്ടുണ്ട്, ഇപ്പോൾ 35 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വാച്ച് ഓവർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസ് പൂർണ്ണമായിട്ട് കാണുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമ്മൾ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ ഓരോ വീഡിയോസും നിങ്ങൾക്ക് എന്താ പറയുക നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ. ഹലോ ചെക്ക് ഹലോ ചെക്ക് ഹലോ ചെക്ക് ഹലോ ചെക്ക് ഹലോ ചെക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ റോഡിൻ്റെ എന്താ പറയുന്നത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സൗണ്ട്. നമുക്ക് അപ്പോൾ അപ്പൂസിനെ അപ്പുറത്തൊന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പൂസ് അപ്പുറത്ത് ചെയ്യുന്നതുകൊണ്ട് ഹലോ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം പറയും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സൗണ്ട് ഇവിടെ റിസീവ് ആവുന്നുണ്ടോ അല്ലോ എന്നുള്ളത്. നമ്മുടെ കണക്ട് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം റോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് അവനെ അപ്പുറത്തെ റൂമിലോട്ട് വിടാം കേട്ടോ. അപ്പൂസേ ഓക്കെ. മതി. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സൗണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്.